കുരുതിക്കളമായി പശ്ചിമേഷ്യ. ഇസ്രയേൽ ഹമാസ് സംഘർഷം 5ാം ദിവസത്തിലേക്ക്. ഇരുപക്ഷത്തുമായി 2000-ഓളം പേർ മരിച്ചെന്നാണ് പുറത്തുവരുന്ന വിവരം. തങ്ങളുടെ 14 പൗരന്മാർ ഹമാസ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. ഇസ്രയേലിന് ആയുധങ്ങളുമായി അമേരിക്കൻ യുദ്ധവിമാനം പുറപ്പെട്ടിട്ടുണ്ട്. രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുന്നു. രഞ്ജിത്ത്, കൂടുതൽ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നുള്ളതാണോ? ഒരു കരയുദ്ധത്തിന്റെ ആശങ്ക ഏതെങ്കിലും ഭാഗത്ത് നിലനിൽക്കുന്ന സാഹചര്യമുണ്ടോ? നേരിട്ട് അമേരിക്കയുടെ ഇടപെടൽ അത് ഏത് തരത്തിലേക്കുള്ള വഴിത്തിരിവിലേക്ക് അല്ലെങ്കിൽ ഏത് രീതിയിലേക്കുള്ള ഒരു ഇടപെടലിലേക്ക് അമേരിക്ക കടക്കുന്നു എന്ന് കൂടി വേണം മനസ്സിലാക്കാൻ. അപർണ, ഏറ്റവും പുതിയ വിവരം, ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഈ 5ാം ദിവസം പോരാട്ടം തുടരുന്നതിനിടെ അമേരിക്കൻ യുദ്ധവിമാനം, അമേരിക്കൻ ആയുധങ്ങളുമായി ആദ്യ വിമാനം തെക്കൻ ഇസ്രായേൽ എത്തിയതായി ഇപ്പോൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് IDF എന്ന ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സസ് അറിയിച്ചു എന്നുള്ളതാണ്. എന്തൊക്കെ ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളുമാണ് ഈ വിമാനത്തിലുള്ളത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല എങ്കിൽ പോലും ഇന്ന് അല്പസമയത്തിന് മുമ്പ് തന്നെ ഈ യുദ്ധവിമാനം എത്തി എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ USA ജെറാൾഡ് പടക്കപ്പൽ എത്തിയിട്ടുണ്ട്. ആണവശേഷിയുള്ള കപ്പലാണ് ഉള്ളത്. ഇത്തരത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അമേരിക്ക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റും ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നു. ആന്റണി ബ്ലിങ്കൻ, അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി, നാളെ ഇസ്രായേൽ എത്തുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെയും ഒപ്പം ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇസ്രായേലുണ്ട്. പക്ഷേ അപ്പോഴും ഈ ഒരു ഭീഷണി നിലനിൽക്കുന്നത് ഹമാസ് നിരവധി ഇസ്രായേലുകാരെ ഒപ്പം മറ്റ് വിദേശ പൗരന്മാരെ അടക്കം ബന്ദികളാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ബന്ദികളിൽ ചിലരെ കൊലപ്പെടുത്തുന്നു, അതിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പ്രചരിപ്പിക്കുന്നതും അത്തരം സംഭവങ്ങളും ആവർത്തിക്കുന്നുണ്ട്. ഇതിനിടെ ശക്തമായ ബോംബാക്രമണം ഗാസയിൽ ഇസ്രായേൽ നടത്തുന്നുള്ളതാണ്. മിസൈലുകളും മറ്റും ഉപയോഗിച്ചുള്ള വലിയ ആക്രമണം, വലിയ വലിയ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. 2 മന്ത്രിമാരെ, ആഭ്യന്തരമന്ത്രിയും ധനമന്ത്രിയും അടക്കം 2 പേരെ ഗാസയിൽ 2 മന്ത്രിമാരെ കൊലപ്പെടുത്തി എന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. ഈ യുദ്ധം തുടങ്ങിയത് ഹമാസാണ്, തീർക്കുന്നത് തങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന തരത്തിലാണ് ഇസ്രായേലിന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത് എന്ന് നമ്മൾ കണ്ടു. അത്തരത്തിൽ അതിശക്തമായ ആക്രമണമാണ്. ഇരുഭാഗത്തുമായി ഇപ്പോൾ 2000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ട ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. UN രക്ഷാസമിതിയും മറ്റും യോഗം ചേർന്നുവെങ്കിലും പ്രശ്നപരിഹാരത്തിന് ഒരു വഴിയും തെളിഞ്ഞിട്ടില്ല. കാരണം ഇതൊരു സമാധാന ശ്രമങ്ങൾ ഒരു ഘട്ടത്തിലും ആരംഭിച്ചിട്ടില്ല. ഹിസ്ബുൾ മുജാഹിദീൻ അടക്കമുള്ള ചില ഭീകര സംഘടനകളുടെ പിന്തുണ ഹമാസിന് പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. സിറിയയിൽ നിന്നും മറ്റും ആക്രമണം ഇസ്രായേലിന് മേൽ ഉണ്ടാകുന്നു, ചെറിയ തോതിൽ മിസൈൽ ആക്രമണം ഉണ്ടാകുന്നു എന്ന വിവരങ്ങളുണ്ട്. ഏതായാലും അതിർത്തിയിലുള്ള പൗരന്മാരെ മുഴുവൻ ബങ്കറുകളിലാക്കിയിരിക്കുകയാണ് ഇസ്രായേൽ എന്നാണ് മനസ്സിലാകുന്നത്. ഒപ്പം ഹമാസിനെ ഗാസയിൽ കടന്നുള്ള വലിയ ആക്രമണം നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അങ്ങനെ അന്തമില്ലാതെ ഈ 5ാം ദിവസവും വലിയ ആക്രമണ പരമ്പരകൾ ഗാസ പ്രദേശത്ത് തുടരുകയാണ്. അപർണ, രഞ്ജിത്ത്, ഇന്ത്യയുടെ നയതന്ത്ര മന്ത്രാലയത്തിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും ഈ സാഹചര്യം കൂടുതൽ രൂക്ഷമാകുന്ന സമയത്ത് വരുന്നുണ്ടോ? ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പെട്ടെന്ന് ആ നടപടികളിലേക്ക് പോകുന്നില്ല എന്നുള്ള റിപ്പോർട്ടുകളെല്ലാം തുടരുന്ന സാഹചര്യത്തിൽ മറിച്ചെന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? എന്തെങ്കിലും പരാമർശങ്ങളോ പ്രസ്താവനകളോ ഉണ്ടായിട്ടുണ്ടോ? ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിക്കുന്ന സൂക്ഷ്മം ഇസ്രായേലിലെ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നുള്ളതാണ്. തൽക്കാലം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇന്ത്യൻ പൗരന്മാർ അവിടെ പൂർണ്ണമായും സുരക്ഷിതരാണ്. ഈ ഇന്ത്യൻ പൗരന്മാരുള്ള പ്രദേശങ്ങളിലൊന്നും വലിയ തോതിൽ അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ബങ്കറുകളിലേക്ക് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാറുന്ന പശ്ചാത്തലമൊക്കെ അവിടെ ഉണ്ട്. അത്തരത്തിൽ സുരക്ഷിതരായി തന്നെയാണ് ഇന്ത്യൻ പൗരന്മാരുള്ളത്. പക്ഷേ കാനഡ അടക്കമുള്ള ചില രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൽക്കാലം ഇന്ത്യൻ പൗരന്മാരെ ഒഴിപ്പിക്കേണ്ട പശ്ചാത്തലമില്ല എന്ന് തന്നെയാണ്. പക്ഷേ അപ്പോഴും പ്രധാനമന്ത്രി ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായും സംസാരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും സംസാരിച്ചിരുന്നു. പൂർണ്ണ പിന്തുണ ഇസ്രായേലിന് കൊടുക്കുന്നതിനൊപ്പം തങ്ങളുടെ പൗരന്മാരെ സുരക്ഷിതരാക്കണം എന്നുള്ള ആവശ്യവും അത്തരത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ യാതൊരു വിധമായ പ്രശ്നങ്ങളും ഇല്ല എന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു നരേന്ദ്രമോദി അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇവാക്യുവേഷൻ എന്ന തരത്തിലേക്ക് ഇപ്പോൾ തൽക്കാലം കാര്യങ്ങൾ ഇല്ല. പക്ഷേ കാനഡ അടക്കമുള്ള പല ലോകരാജ്യങ്ങളും ഈ യുദ്ധം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കാരണം 14 അമേരിക്കൻ പൗരന്മാരാണ് ഈ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് കഴിഞ്ഞ ദിവസം
ദിവസം പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി അടക്കമുള്ള ആളുകളെ കൂടി ചേർത്താണ് ഇത്തരത്തിലൊരു 14ലേക്ക് എത്തിയത്. മറ്റ് നിരവധി വിദേശ രാജ്യങ്ങളിലെ പൗരന്മാരും അത്തരത്തിൽ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. ഇതൊക്കെ പല ലോകരാജ്യങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് തങ്ങളുടെ പൗരന്മാരെ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച് പല രാജ്യങ്ങളും ആലോചിക്കുന്നത്. അപർണ. റൈറ്റ്, രഞ്ജിത്ത് രാമചന്ദ്രൻ വിവരങ്ങൾ നൽകിയത്.